ഒത്തിരി സന്തോഷത്തിലാണ്. എൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു അവാർഡ് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വാപ്പ ഉമ്മ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഞാൻ എൻ്റെ ഫാക്കൽറ്റീസിന് താങ്ക്സ് പറയുന്നു. രൂപ മാം, മേധ മാം, അപ്സര മാം ആൻഡ് ആശ മാം, കപിൽ സർ, and I thank all. What is your message? Do your best to achieve your aim. That's the message. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്, കുറച്ച് ദുഃഖമുണ്ട്. കാരണം അഫ്സർ മാം ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ മൊമെൻറ്റോസ് പാരൻസ് ആണ് കൊടുക്കുന്നതെന്ന്. എൻ്റെ അച്ഛനമ്മ വന്നില്ല. കാരണം എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് അവർ ഇപ്പം കന്യാകുമാരിയിലാണ്. അപ്പം ബെറ്ററായി വരുന്നുണ്ട്. ആ ഒരു വിഷമം ഉണ്ട്. കാരണം എന്നെ അവർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ഡിഗ്രി വരെ എന്നെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു ജോലി നീ നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച അത്രയും ഞാൻ എനിക്ക് പറ്റുന്നത്രയും ഞാൻ നിങ്ങൾക്ക് നേടിത്തന്നു. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമാണ് ഏവിയേഷൻ ഫീൽഡിൽ പോവുക, അല്ലെങ്കിൽ ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അവിടെ ഞാൻ അതിലൊന്ന് പഠിച്ചോട്ടെ പൊക്കോട്ടെ എന്ന് വെച്ചു. ഓക്കെ, അമ്മ അച്ഛനും പറഞ്ഞു ശരി നീ പൊക്കോ പഠിച്ചു. അവരന്നേരം ആദ്യം പൊക്കോളൂ, ആ ഒരു വളരെ സിമ്പിളായിട്ട് ശരി പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ജോബ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം. അത് എനിക്ക് വാക്കുകളോടൊന്നും പറയാനറിയില്ല. അവരുടെ സന്തോഷം എനിക്ക് എങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇവിടെ തരുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം അവരില്ലാത്ത ഒരു ദിവസം വല്ലാതെ ഫീൽ ചെയ്യുന്നു. കാരണം ഒരമ്മ കരഞ്ഞുകൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ ഇവിടെ നിന്നത് എനിക്കെന്തോ വരെ. അതുപോലെ തന്നെ ആ അച്ഛൻ മടിക്കെട്ടി പിടിച്ചിട്ടും ഒന്നും പറയാൻ പറ്റാതെ ഇവിടെ പോയപ്പോഴൊക്കെ എനിക്ക് അല്ലാതെ കഴിയാറില്ലല്ലോ. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനാണെങ്കിൽ ഒരുപാട് പേര്, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ലിസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ എവിടെ തുടങ്ങാം? ഞങ്ങൾക്ക് ഏവിയേഷൻ, ഞാൻ അവിടെ ക്ലാസ്സിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ നന്ദകുമാർ സാറ് ഞങ്ങൾക്ക് ഏവിയേഷനെ പറ്റി എടുക്കുന്ന ക്ലാസ്സിൽ ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചിരിക്കുന്നു. ഇത്രയും സംഭവങ്ങളുണ്ടായി ഫ്ലൈറ്റിൽ, ഇത്രയും ഏവിയേഷനെ പറ്റി ഇത്രയൊക്കെ ഉള്ളു. ഈ ഭയങ്കര ഇൻട്രസ്റ്റഡ്. അങ്ങനെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് നന്ദകുമാർ സാർ എടുത്തിരുന്നു. അതിനുശേഷം വന്ന കോകില മാം ഏവിയേഷനെ പറ്റി നല്ലതായിട്ട് ഒരുപാട് കുറേ കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ആർച്ച മാം, പിന്നെ അവിടെ നിന്ന എല്ലാ ഫാക്കൽറ്റീസ്, അവർക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് അപ്സര മാമിനോടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സെൻറ്റർ ഹെഡ് എന്ന് ചോദിച്ചാൽ ഞങ്ങളെ മുഴുവനെ നിർത്തുന്ന പോലെയായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആശ്വാസ കാറ്റ് പോലെയായിരുന്നു നൽകാനും ഒരു ദിവസം അവിടെ വന്നത്. ഇതാണ് പ്രശ്നം, ഒന്ന് സോൾവ് ചെയ്തപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വിഷമിക്കണ്ട, ഞാൻ നോക്കാം, ഞാൻ സംസാരിക്കാം, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. മാം ഒന്ന് പോയി. ആ കാര്യത്തിന് ഒരു പുതിയൊരു ഉണർവ് മാം കാരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അപ്സര മാം താങ്ക്സ് അല്ലോ. പിന്നെ രൂപ മാം, ഞാൻ രൂപ മാമിനെ ആദ്യം കാണുന്ന എന്നെ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോഴാണ്. ആദ്യം മാം ഒരു ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ഞാൻ പേടിച്ചിട്ടൊക്കെ ഇൻ്റർവ്യൂ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മാമിനെ കാണുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ളതാണ്. അന്ന് മാം ഷെയ്ഡ്സ് ഒന്നും ഇല്ല, ഇത്ര സിമ്പിൾ ആയിട്ടൊക്കെ ഷെയ്ഡ്സ് ഒന്നും ഇല്ലാണ്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ. പിന്നെ അങ്ങനെ അതുകൊണ്ട് എനിക്ക് മാമിനോട് താങ്ക്സ് വന്നിട്ടുണ്ട്. പിന്നെ മെൽബ മാമിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ പറയാനുള്ളത് അപ്പു പറഞ്ഞ പോലെ കപിൽ സാർ ശരിക്കും സൂപ്പർമാൻ കേട്ടോ. കാരണം ആ ജോബിന് വേണ്ടിയിട്ട് പുള്ളി ഓടി നടക്കുക. നിങ്ങളത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പുള്ളി ഷർട്ട് പോലും ഇൻഷർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ കൂടിപ്പോവും, അത് നോക്കാറില്ല. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എല്ലാവർക്കും വേണ്ടി, കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പുള്ളിയുടെ ഡെഡിക്കേഷൻ എനിക്ക് എന്തോ ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ ആദ്യം എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോബ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഓടുന്നു, പക്ഷെ കോട്ട് ഇടുന്നു, അത് എന്നാ ഊരിപ്പോകുന്നു. സാറ് എന്താ പറയുക,
സാറിനെ പറ്റി ഓർക്കുന്നില്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇനി ഞാൻ കണ്ടിരിക്കാൻ നിന്നു. ദൈവമേ, എന്റെ മനസ്സിലൊരു ആഗ്രഹം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയി ഞാൻ എവിടെയെങ്കിലും എത്തിയാലും എൻ്റെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കപിൽ സാറിനെ പോലെ ഡെഡിക്കേഷൻ ഞാൻ അവർക്കും കാണിക്കും. അപ്പോൾ പറഞ്ഞല്ലേ ഈസ് എ സൂപ്പർമാൻ, വേറെ പറയാനില്ല. അതിലും കടിയും വലിയ വാക്കൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹിഡൻ ആയിട്ടിരിക്കുന്ന നമ്മുടെ ഫാസിൽ മുഹമ്മദ് സാറിന് താങ്ക്സ്. ഈ ഒരു എല്ലാത്തിനും ഉപരി ദൈവത്തിനോട് നന്ദി പറയുന്നു. എനിക്ക് ഇത് പഠിക്കാൻ ഒരു ജോലി നേടാൻ എല്ലാത്തിനും ദൈവത്തോട് നന്ദി. സ്നേഹവും അനുഗ്രഹവും എന്നും ഉണ്ടാവും. And dear parents, respected Apsara ma'am, Chandra ma'am, Luga ma'am, and also Sachna, Ajmal, Ravi, I'm proud of you all. And I had never dreamt that I could reach to the aviation industry. Thanks to, first of all, I say thanks to my coach, thanks to my parents, and thanks to INF International, and thanks to our placement manager Kapil sir. I have any word to describe him. And now I feel very happy, very proud myself because I'm only 18 years old girl. Now I get a job, and my friends are answer Paranpola. My friends are not with us. If I'm very happy, but if they are with us, സന്തോഷം ഇരട്ടിയായെന്ന് തോന്നിപ്പോയി. പക്ഷേ അബുവും ഹരിയും പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ അമ്മയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ എല്ലാം എൻ്റെ അമ്മ. എൻ്റെ അമ്മ മറ്റുള്ളവർക്കെല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞൂടാ, എനിക്ക് അമ്മയോട് എന്തും ഷെയർ ചെയ്യും. എന്തെന്ന് പറഞ്ഞാൽ എന്തും എനിക്ക് അമ്മയോട് ഷെയർ ചെയ്യും. പക്ഷെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ളത് ഒട്ടും പറഞ്ഞില്ല. ഞാൻ ഇന്നലെ മേഘമയോട് പ്രത്യേകം ചോദിക്കുകയും ചെയ്തു എന്തെങ്കിലും അത്ര വലിയ എന്തുകൊണ്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ എന്നോട് പറഞ്ഞില്ല. ഇങ്ങനെ അവസരം ഉണ്ടായി ഞാൻ എങ്ങനെയെങ്കിലും അമ്മ പറഞ്ഞു. അമ്മ വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ അമ്മയ്ക്ക് അമ്മയോടുള്ള ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്. 3:30 ആകുമ്പോൾ സ്കൂളിൽ നിന്ന് വരാൻ കായംകുളത്താണ് എൻ്റെ നാട്. അപ്പോൾ അവിടെ നിർത്താൻ ഒത്തിരി ബുദ്ധിമുട്ട്. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയുണ്ട് വീട്ടിൽ. അപ്പം പുള്ളിക്ക് വയ്യാതിരിക്കുകയാണ്. അപ്പം വൈകിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് അമ്മ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കണ്ടു ആദ്യവിന്റെ അമ്മ. ആദ്യവിനെ പറ്റി പറഞ്ഞപ്പോൾ അമ്മ ഇരുന്ന് ഒത്തിരി കണ്ണു നിറഞ്ഞേ കണ്ടു. പക്ഷെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഓക്കെ താങ്ക് യു എവറിബഡി. എന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ ഫാക്കൽറ്റീസ് എല്ലാവർക്കും താങ്ക്സ്. എക്സ്ക്യൂസ് മീ മാം, അത് ഞാൻ ഇത് റിഗ്രറ്റ് ചെയ്യാതിരിക്കണം വിചാരിക്കരുത്. പ്ലീസ്. എനിക്ക് എൻ്റെ ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗ്ലോറി. ഗ്ലോറിയുടെ അമ്മയുണ്ട് ഇവിടെ. ഞാൻ ആൻറ്റി പറഞ്ഞ പോലെ ബാംഗ്ലൂർ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ആൻറ്റി കാണുന്നത്. ബാംഗ്ലൂർ ഞങ്ങൾ ജെറ്റാവേഴ്സ് ഇന്റർവ്യൂവിന് പോയപ്പോൾ ഫ്രം ഫസ്റ്റ് ഡേ എനിക്ക് അറിഞ്ഞൂടെ എന്തോ ഒരു പ്രത്യേക എനിക്കൊരു ഇഷ്ടമുണ്ട് എൻ്റെ ആൻറ്റി ഒരുപാട് കാര്യം പറഞ്ഞു. സോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മോൾക്കും ഇവനും കൊടുത്തതിൽ ഇവരുടെ കൂട്ടത്തിൽ പോയ പിള്ളേർക്ക് കിട്ടാതിരുന്നുകൊണ്ട് അതിൽ ഒത്തിരി സങ്കടമുണ്ട്. എന്തായാലും ഇവിടെ എല്ലാവരും ഒരു ബാച്ചായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനും ഇതായിട്ട് കാണുന്നത് തന്നെ അന്നാണ്. അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ കുട്ടിയെ ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ മമ്മി സങ്കടപ്പെടണ്ട, അവളെ ആരെങ്കിലും നോക്കുന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത്. അവളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയാം. അത് കാരണം എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതെങ്ങനെ ഒരു ഇത് കൊടുക്കാൻ സാധിച്ചതിലും എനിക്ക് എന്നെ വിളിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മമ്മിയോട് പ്രത്യേകം പറയണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനു മുമ്പും ഈ വേദിയിൽ ഇതുപോലെ നിന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മലയാളത്തിൽ സംസാരിക്കാനുള്ളത്. എന്നിരുന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ഈ ഒരു അവസരം എനിക്ക് എനിക്ക് തന്നതിൽ. ഞാനിവിടെ ആദ്യമായിട്ട് അഡ്മിഷന് വരുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടുള്ള 2 മുഖങ്ങളാണ് കണ്ടത്. ആദ്യത്തെ മുഖം മേഘാമാമിൻ്റെയായിരുന്നു, പിന്നെ ക്രിസ്റ്റി മാമിൻ്റെയായിരുന്നു. നിർഭാഗ്യവശാൽ ക്രിസ്റ്റി മാമിന് ഈ സമയത്ത് ഇവിടെ വരാൻ സാധിച്ചില്ല. എന്തായാലും മേഘാമാമ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പ്ലേസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെ മൊമെൻ്റോ ഒക്കെ കൊടുത്ത സമയത്ത് അന്ന് കാണികളുടെ ഏറ്റവും പിന്നിലെ ഭാഗത്ത് ഞാനുണ്ടായിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചു എനിക്കൊരു പക്ഷേ ഞാൻ ശ്രമിച്ചാൽ എനിക്കൊരു പക്ഷേ ഇവിടെ വരാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളുടെ മുന്നിൽ എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ്.
മാമ ഇതിന് കുറച്ചും കൂടെ 16 കുതിരകളുടെ കാര്യവും 100 കുതിരകളുടെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കുതിരകൾ 16 കുതിരകൾ ഓടിയെത്തിയപ്പോൾ അതിന് മുമ്പിൽ ഒരു പടക്കുതിര ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കപിൽ സാർ. കപിൽ സാർ മുന്നിൽ നിന്ന് ഓടിയ വേഗത്തിനൊപ്പം എത്താനാണ് ഈ 16 കുട്ടികൾ ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ എത്തിയിട്ടില്ല. കാരണം അദ്ദേഹം അത്ര തിരക്കേറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരാളാണ് അപ്സരാമം. 200 വെടിയുണ്ടകളല്ല, 300 വെടിയുണ്ടകളല്ല, വെടിയുണ്ടകളുടെ നേരെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. ഓരോ കുട്ടികളും ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ച് അപ്സരാമാമനെ സംസാരിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ വിജയിച്ചില്ല. സംസാരത്തിന്റെ മാക്സിമം അങ്ങേയറ്റം വരെ സംസാരത്തിന്റെ ആ ശൈലി കൊണ്ടുപോവുകയും അതുപോലെ തന്നെ വളരെ പക്വതയോടെ നമ്മളോട് സംസാരിക്കുകയും ആ മെച്യൂരിറ്റി അന്നും ഇന്നും എന്നും കീപ്പ് ചെയ്യാൻ സാധിച്ച എംഫിലിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി തന്നെയാണ് അപ്സരാമാമൻ. രൂപ മാമിന്റെ കണ്ണുകൾ മാത്രമേ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും മെൽബ മാമിന്റെ അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത് യാങ്കി മാമിന്റെ കാര്യം. കാരണം ഞാൻ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാമെന്നുള്ള അഹങ്കാരത്തോടെ എംഫിലിൽ വന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു ഇംഗ്ലീഷ് പടത്തിന് ശബ്ദരേഖ കാണുന്ന പോലെയായിരുന്നു യാങ്കി മാമിന്റെ ഓരോ ക്ലാസ്സുകൾ. എനിക്കൊന്നും മനസ്സിലായില്ല, കൂടുതൽ പറഞ്ഞൊന്നും മനസ്സിലായില്ല. പക്ഷെ ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴും ഓരോ ആഴ്ചകൾ കഴിഞ്ഞപ്പോഴും യാങ്കി മാമിന്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഞങ്ങളിലോട്ട് എത്തി. ആ ഇംഗ്ലീഷിന്റെ ഫലമാണ് ഇന്നിവിടെ എനിക്ക് നിൽക്കാൻ സാധിച്ചത് എന്ന് തന്നെ പറയുന്നു. അതുപോലെ തന്നെ മാറ്റങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് നമ്മുടെ സമൂഹത്തിൽ പലരും. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ എഞ്ചിനീയറും ഡോക്ടറും നേഴ്സും ഒക്കെ അരങ്ങുപാടുന്ന സമയത്തും മാറ്റത്തെ കുറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചത് എംഫിൽ തന്നെയാണ്. ആ മാറ്റം ഒരു വിപ്ലവമാക്കി മാറ്റിയെടുക്കുവാൻ എംഫിൽ ശ്രമിച്ചു. ആ വിപ്ലവത്തിന് അവസര പ്രസംഗമായതുകൊണ്ടാണ് ഞാൻ ഇത്ര ആവേശത്തോടെ പറയുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിരിക്കുകയാണ്. ഞാനും അല്പം ബുദ്ധിമുട്ടിലാണ്, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്റെ അമ്മയ്ക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മകന് ഇതുപോലൊരു അവസരം കിട്ടി, അതിൽ കാണാൻ സാധിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് ഇത്രയും ദൂരം, ഞാൻ കോട്ടയത്ത് നിന്ന് വരികയാണ്, ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ വരാൻ സാധിച്ചില്ല. എന്നിരുന്നാലും അമ്മ ഇപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയെന്നുള്ളത്. അപ്പൊ ഇനി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, be confident, be prepared well. At the end of the day, victory is yours. The day I saw you 2 months before, I'm seeing you now. I am so happy that everybody is like wonderful performance. I can say this is a credit which goes to everybody, not even a stage. This is the way you people show your commitment. I really am happy that you will never let your parents' name down, neither the organization's name down at any point of your life. I thank you all for your support and gratitude that you made this day with all our blessings from the God. Right? God has blessed us, and I thank everybody here. Thank you. I utilize this situation to thank everyone who have gathered here for this occasion, for our iftar dinner and placement success meeting, and thank you so much, and thanks to Infil International once again. And I have a special announcement. I want all the students after dinner to be gathered in the same hall. We just have to have a speech, have a word. That's the reason, and thank you. Now we can move forward to dinner. Thank you.